ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡിസൈൻ പോയിൻ്റ് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് യൂട്യൂബ് ചാനലിൻ്റെ ഒരു ചാനൽ ആർട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ പലരും യൂട്യൂബ് ചാനലിലെ ആൾക്കാരായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ചാനൽ ആർട്ട് എങ്ങനെ വളരെ സിമ്പിളായിട്ട് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ പിക്സൽ ലാബിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ PLP ഫയൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പിക്സൽ ലാബിൻ്റെ PLP ഫയൽ എങ്ങനെ നമ്മുടെ മൊബൈലിൽ ആഡ് ചെയ്യാം, ഒരാൾ വാട്സപ്പിൽ ഷെയർ ചെയ്തെന്നാൽ എങ്ങനെ ആഡ് ചെയ്യുക, അതുപോലെ തന്നെ എങ്ങനെ മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അത് അതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ടൈം വളരെ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നേരെ പിക്സൽ ലാബ് ഓപ്പൺ ചെയ്യുക, 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ PLP ഫയലൊക്കെ ആഡ് ചെയ്യുന്ന വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് PLP ഫയൽ ആഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു ഡിസൈൻ പോയിൻ്റ് ചാനൽ ആർട്ട് കണ്ടൊരു ഫയലുണ്ടാകും. ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യുക. അത് ഡിസൈൻ പോയിൻറ്റിൻ്റെ കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത് മാറ്ററും ഇതൊക്കെ. അപ്പോൾ അത് ജസ്റ്റ് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് വേണ്ട യൂട്യൂബ് ചാനലിൻ്റെ ലോഗോ കൊടുത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം ഡിസൈൻ പോയിൻ്റ് എന്നിട്ട് ക്ലിക്ക് ചെയ്യുക. താഴെ കാണുന്ന Aയിൽ ക്ലിക്ക് ചെയ്യുക. എഡിറ്റിൽ പോയതിനു ശേഷം ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് എറേസ് ചെയ്ത് കളഞ്ഞിട്ട് ചാനലിൻ്റെ പേര് എഴുതുക. ഞാനിവിടെ ഉഡായിപ്പിൻ്റെ ഉസ്താദ് യൂട്യൂബ് ചാനലിൻ്റെ പേരാണ് എഴുതുന്നത്, ചാനൽ ആർട്ട്. അത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് അലൈൻ ചെയ്ത് വെച്ച് കൊടുക്കുക. ഇതൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യുക. ഫുള്ള് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ്. അതുപോലെ ലെയറിൻ്റെ ഓപ്ഷനിൽ പോയതിന് ശേഷം കളറിൽ പോയതിന് ശേഷം അതിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യുക. അതുപോലെ ലോഗോ അതിൽ ആഡ് ചെയ്ത് ലോഗോ ഡിലീറ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫ്രം ഗാലറിയിൽ പോവുക. അപ്പോൾ നമ്മുടെ ഉഡായിപ്പിൻ്റെ ഉസ്താദ് യൂട്യൂബ് ചാനൽ ലോഗോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് സൈസ് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ സർക്കിളിലാണ് ക്രോപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ക്രോപ്പിൽ പോയതിന് ശേഷം ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സർക്കിൾ കൊടുക്കുക. അപ്പോൾ ക്രോപ്പ് ചെയ്യാൻ കറക്റ്റായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ലോഗോസിൻ്റെ ജസ്റ്റ് ഒരു സ്ക്വയർ ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ കളറൊന്ന് നമുക്ക് ഈ ലോഗോൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു കളർ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ആ ലോഗോ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് സെൻറ്ററിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് സൈസ് കറക്റ്റാക്കിയിട്ട് ലെയറിൽ പോയിട്ട് ആ രണ്ട് ഒബ്ജക്റ്റ് ഒന്ന് മെർജ് ചെയ്ത് കൊടുക്കുക. രണ്ടും മെർജ് ചെയ്തതിന് ശേഷം ഒന്ന് ക്രോപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് സർക്കിളായിട്ട് കറക്റ്റായിട്ട് ക്രോപ്പ് ചെയ്യാൻ പറ്റും. ശേഷം ടിക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ലോഗോ സെറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സൈസ് ചെറുതാക്കിയിട്ട് ആ ഒരു പൊസിഷനിൽ കൊണ്ടുപോയി വെച്ചെടുക്കുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴത്തോട്ട് പൊസിഷനിൽ പോയിട്ട് ലെഫ്റ്റ് റൈറ്റൊക്കെ ഒന്ന് പൊസിഷൻ കറക്റ്റായി കൊടുക്കുക. മൂവ് ചെയ്തിട്ട് വേണ്ടതുപോലെ കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ടിക്ക് കൊടുക്കുക. ഇതൊന്നും വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻ കറക്റ്റ് ചെയ്ത് കളറൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഫുള്ള് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ വൈറ്റ് കളർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ നെയിം കളർ ചേഞ്ച് ചെയ്യുക. ആ ഒരു ലോഗോൻ്റെ എല്ലാ കളർ പിക്ക് ചെയ്യുക. ഒരു ഡാർക്ക് ബ്ലൂ സെലക്ട് ചെയ്തിട്ട് ടിക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു കളർ അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുക. ലേസിൽ പോയിട്ട് ആ രണ്ട് ഒബ്ജക്റ്റ് വേണമെങ്കിൽ ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ വേണമെങ്കിൽ കാണുന്ന പോലെ ആക്കി വെക്കാം. വേറെ ഒരുപാട് ലെയർ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. സ്റ്റിക്കറിൽ പോയാൽ നമ്മുടെ ചാനലായിട്ട് ഒന്നും കൂടി സൂപ്പറാക്കി എടുക്കുക. ഓരോ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ട്. അപ്പോൾ ഈ ഒരു സ്റ്റിക്കർ എടുത്തതിന് ശേഷം ഈ സ്റ്റിക്കർ എടുക്കുക. ജസ്റ്റ് ഓക്കെ കൊടുക്കുക. സൈസ് കൂട്ടി കൊടുക്കുക. റൊട്ടേറ്റ് ചെയ്തിട്ട് ആ ഒരു താഴ്ഭാഗത്തു നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് ഡ്രാഗ് ചെയ്യുക. കറക്റ്റ് വെച്ച് കൊടുത്തതിന് ശേഷം ടിക്ക് കൊടുക്കുക. ഓക്കെ, ആ ലെയറിൽ പോയിട്ട് ഒന്ന് ഡൗൺ താഴത്തേക്ക് ടു ബാക്ക് കൊടുക്കുക. അപ്പോൾ ലെയറിൻ്റെ ബാക്ക് പോകുന്ന ഒപ്പാസിറ്റി ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ചെയ്യുക. കളർ ഏതിലൊരു ഒറ്റ കളർ സെലക്ട് ചെയ്തതിന് ശേഷം ബ്ലാക്കോ വൈറ്റോ അതിലും സെലക്ട് ചെയ്യുക. ഓക്കെ കൊടുക്കുക. ഒപ്പാസിറ്റിയിൽ പോയതിന് ശേഷം അതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കുറച്ച് കൊടുക്കുക ചെറുതായിട്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഫുള്ള് ബ്ലാങ്ക് ആയിട്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ
അതുപോലെ സ്റ്റാൻഡേർഡായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ലെയർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്ക്വയർ. കറക്റ്റ് ആ 2 ലൈനിൻ്റെ ഉള്ളിൽ കൊള്ളണം, എന്നാലേ മൊബൈൽ സ്ക്രീനിൽ കറക്റ്റായിട്ട് ചാനൽ ആർട്ട് കാണുള്ളൂ. അപ്പോൾ ഇതിൽ ഒരുപാട് സ്റ്റിക്കേഴ്സ് ഉണ്ട്, ആവശ്യമില്ല കൊടുക്കുക. അപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സേവ് ആസ് പ്രൊജക്റ്റ് കൊടുത്തതിന് ശേഷം പ്രൊജക്റ്റിനൊരു നെയിം കൊടുക്കുക. ഓക്കെ, പേര് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം സേവിൽ പോയിട്ട് സേവ് ആസ് ഇമേജ് കസ്റ്റം മാറ്റിയിട്ട് അൾട്രായി കൊടുക്കുക. സേവ് ടു ഗാലറി. അപ്പോൾ നമ്മുടെ വർക്ക് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ടിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.